ഹായ് ഓൾ, വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊരിച്ച മീൻ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയുടെ റെസിപ്പിയാണ്. ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. കറിക്ക് ആവശ്യമുള്ള മീൻ പൊരിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 അയലയാണ്. മീനെല്ലാം പൊരിച്ച് കോരിയതിന് ശേഷം ഈ എണ്ണയിലോട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഇതിൽ ചേർക്കുന്നത് സവാളയാണ്. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി എന്നിവ കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അടുത്തതായിട്ട് ഞാനിതിൽ ചേർക്കുന്നത് തക്കാളിയാണ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. നീളത്തിനരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വെള്ളമാണ്. 3/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനൊക്കെ ഒന്ന് ചേർത്ത ശേഷം അല്പനേരം അടച്ച് വെച്ച് വേവിക്കാം. അല്പനേരം വേവിച്ച ശേഷം നമുക്ക് മീൻ മറിച്ചിട്ട് വേവിക്കാം. മീനെല്ലാം മറിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലോട് ചേർത്ത ശേഷം അടച്ച് വെച്ച് അല്പനേരം കൂടെ വേവിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ദേ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പൊരിച്ച മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. See you in next video. Bye bye. Take care.